ശ്ശോ, ഇന്നത്തെ ദിവസം ഓർത്തിട്ട് എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. ഞാൻ എത്ര എക്സൈറ്റഡാണ്. മനീനെ വിളിച്ച് പറഞ്ഞാലൊന്നും ഞാൻ ക്ലാസ്സിലോട്ട് വരുന്നില്ല. ഞാനിന്ന് വിവേകിനെ കാണാൻ പോവുകയാണ്. ഇനി കോളേജിൽ പോകണ്ടേ ഈശ്വര, നീ ചെല്ലും പോയി ചെയ്യട്ടെ. ഇവിടെ ഈ സിസ്റ്റമൊക്കെ ഒന്ന് ശ്രുതിനെ വിളിച്ചോക്കിയാലോ, ഒരു വരുന്നുണ്ടാവോ? ആ ബെസ്റ്റ്, കറക്റ്റ് ടൈം തന്നെ ഓള് കോളാക്കി. ഗുഡ് മോർണിംഗ് ഡാ. ഗുഡ് മോർണിംഗ് ഡാ. എടാ, എനിക്ക് ഇന്ന് കോളേജിലേക്ക് വരുന്നുണ്ടോ? മെയിനായിട്ട് ഞാൻ കോളേജിൽ ഈ വരുന്നുണ്ടെങ്കിൽ മാത്രം പോവാന്നുള്ള പ്ലാനിലാണ് ഞാൻ എന്നെ വിളിച്ചത്. നീ ഇല്ലാന്നൊന്നും പറഞ്ഞേക്കല്ലേ? എടാ ഞാൻ ഇന്ന് വരുന്നില്ലടാ. ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അതെന്താ പിന്നെ നീ ഇന്നലെ പറഞ്ഞില്ലല്ലോ? എടാ അത് പെട്ടെന്നായിരുന്നില്ല, ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. പക്ഷെ ഞാൻ പറയാന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. നിനക്ക് ആ വിവേകിനെ ഓർമ്മയില്ലേ? ഞങ്ങളെ ആനിവേഴ്സറി ആയിരുന്നു. ഏത് വിവേക്? നീ എന്തെന്നാ കളിക്കുന്നത്? നിനക്ക് അറിയാത്ത പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവേകിനെ കുറിച്ച്. മനസ്സിലായി. അപ്പൊ 1 ഇയർ ആയപ്പോ? ആടാ 1 ഇയർ ആയി. എത്ര പെട്ടെന്നല്ലേ പോയെ. ഇന്നലെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ എന്താ പ്ലാന്? ഞങ്ങള് ഫോർട്ട് കൊച്ചിയില് ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ വരണ്ടേ? എനിക്ക് തോന്നുന്നു ഞാൻ വരണ്ടേ? ഇപ്പൊ വന്നിട്ടുണ്ട്. അല്ല, ഇങ്ങക്ക് ഇന്നൊക്കെ വേണേനു. ഇപ്പൊ ആരും വേണ്ട. ഇപ്പൊ ഇങ്ങളായി, ഇങ്ങളെ കാര്യായി. അങ്ങനെ പറയരുത്. ഞാൻ അവൻ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിനക്ക് തരാം ട്ടോ. ആയിക്കോട്ടെ. എന്നാ പോയിട്ട് വാ. എന്തായാലും ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ, ഇങ്ങള് എന്തായാലും അടിച്ചു പൊളിക്ക്. പിന്നെ അപ്പൊ ഫസ്റ്റ് ഫോർട്ട് കൊച്ചിയിന്ന് മീറ്റ് ചെയ്യാനല്ലേ പ്ലാന്? എന്തായാലും അതെ, എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ ഓന് നല്ലൊരു റിംഗ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഉം. അതേപോലെ ഓനും എനിക്ക് എന്തെങ്കിലും തരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തായാലും തരുമല്ലോ. ഫസ്റ്റ് ഓൻ വിളിച്ചിട്ടല്ലേ ഈ പോണിപ്പോ. ഓൻ എന്തായാലും അതെ, ഡേറ്റ് അറിയാതെ ഇരിക്കില്ലല്ലോ. അതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടെടാ. എന്താ? ഞങ്ങൾ ചിലപ്പോ ഈ വർഷം തന്നെ എൻഗേജ്ഡ് ആവാനാണ് വിചാരിക്കുന്നത്. എല്ലാരും കൊല്ലായി കഴിഞ്ഞിട്ട് അമ്പൾ പറയണേ. എടി അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കും ഞാൻ. അപ്പൊ നീ പ്രാർത്ഥിക്കണടി. എന്റെ വീട്ടുകാരെ നിനക്ക് അറിയാലോ, ഭയങ്കര ഇതായിരിക്കും, സ്ട്രിക്റ്റ് ആണ്. ഇതൊന്നും ഈ നോക്കണ്ട. കാരണം ഓന് നല്ലൊരു ജോലിയുണ്ട്. എന്തായാലും വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. പിന്നെ എന്ത് പേടിക്കാനാണ്? കാസ്റ്റ് അല്ല, അതൊന്നും എന്നാലും കുഴപ്പമില്ല. അത് നമുക്ക് എന്തെങ്കിലും ആന്റീനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാലും നീ ഒന്ന് പ്രാർത്ഥിക്കണം ട്ടോ. ഓക്കെ. എന്തായാലും അടിച്ച് പൊളിച്ച് വാ എന്തായാലും. അവിടെ ഞാന് ആദ്യം വിചാരിച്ചു കോളേജിൽ പോകണ്ടാന്നാണ്. പക്ഷെ ഇന്ന് എന്തായാലും ഞാൻ കോളേജിൽ പോകാം. കാരണം ഇനി ഞാൻ ഉറങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം അവിടെ എന്ത് നടക്കുന്നൊക്കെയാണ് എന്റെ മനസ്സിൽ വരിക. അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ നീച്ച് കുളിച്ച് നിനക്ക് പോട്ടെ. ഞാൻ നിനക്ക് ഫോട്ടോ അയച്ചു തരാം ട്ടോ. ഞാൻ ഏത് ഡ്രസ്സാ ഇടുന്നതെന്നൊക്കെ. പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടോ? നീ കണ്ടിട്ടില്ലേ? നമ്മൾ രണ്ടാളും അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ ഞാൻ മേടിച്ചൊരു റെഡ് കളർ ഡ്രസ്സ്. ഓ, ആയിക്കോട്ടെ. ആ പുഷ്പിക്ക് എന്തായാലും. സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഞാൻ ഇടാൻ പോകുന്നത്. ആയിക്കോട്ടെ. എന്തായാലും നടക്കട്ടെ, നടക്കട്ടെ. എന്തായാലും മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യ്. ഞാൻ എന്തായാലും ഈ കഴിഞ്ഞിട്ട് വിളിക്ക്. ഞാൻ എന്തായാലും കോളേജിൽ പോകുന്നുണ്ട്. എന്നിട്ട് ഞാനും ആ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. ഞാനും ഭയങ്കര എൻജോയ്. എക്സൈറ്റഡ്. അതുകൊണ്ട് ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി പോവാട്ടെ. ഓക്കെ. പോവാൻ നോക്കട്ടെ. ഓക്കെ. എന്നാ എൻജോയ്. ബൈ ഡാ. ബൈ ബൈ ബൈ. ബൈ. ദിവസമായി ഞാൻ വിളിക്കണേ. 2 ദിവസമായില്ലേ. ഈ എന്തെന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണേ? ഞാൻ വേറെ ഒന്നിനും അല്ലല്ലോ വിളിക്കണേ.
എന്തായി? നീ എടാ ഹാപ്പി ആയോ? ഒക്കെ അറിയാൻ വേണ്ടിട്ടല്ലേ വിളിക്കണേ. എടാ എന്തായി? നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. നീ എന്തിനാ കരയണേ? എടാ ഓനെന്നെ ചതിച്ചെടാ. അതെന്താ? വെറുതെ ഓൻ പറഞ്ഞ ഓരോന്ന് എന്നെ പറയാതെ ഇന്നെ പ്രാങ്ക് ചെയ്യല്ലേ. എടാ ഓനെന്നെ ചതിച്ചെടാ. ഓൻ പറഞ്ഞ എന്നെ ഞാൻ എൻഗേജ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ ഓൻ പറഞ്ഞ് ഈ റിലേഷൻഷിപ്പ് പറ്റില്ല, ലോങ് ഡിസ്റ്റൻസ് പറ്റില്ല എന്ന് പറഞ്ഞു. കാലങ്ങളിൽ ലോങ് റിലേഷൻഷിപ്പ് തന്നെയല്ലായിരുന്നോ? ഈ ഒരു കൊല്ലം പ്രശ്നമില്ലാതെ പെട്ടെന്ന് അവനെങ്ങനെ പ്രശ്നം വന്നേ? എനിക്ക് ചോദിച്ചില്ല ഇയ്യ്? അറിഞ്ഞൂടാടാ. എനിക്ക് തോന്നുന്നു അവന് വേറെ അഫയർ ഉണ്ടെന്നാ തോന്നുന്നു. ഉം. സാരമില്ലടാ. ഒരു ഓ കളയാ. എന്തിനാ വെറുതെ ടോക്സിക് ആയ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോണേ? ആദ്യം ഇത് മുന്നേ അറിഞ്ഞുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാം. ഈ കരയാതിരി. എന്നാലും ഞങ്ങള് കല്യാണം കഴിക്കാന്നൊക്കെ വിചാരിച്ചതല്ലേടാ. അതിപ്പോഴെങ്കിലും അറിഞ്ഞില്ലേന്ന് വിചാരിക്കാം. ഒരു 1 ഇയർ അല്ലേ ആയിട്ടുള്ളൂ. 1 ഇയർ ഭയങ്കര ലോങ് ആണെന്ന് അറിയാം. നിങ്ങൾക്കത് വലിയ കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ 1 ഇയറിൽ തന്നെ ഈ കാര്യം അറിഞ്ഞില്ലേ? അതുകൊണ്ട് നമുക്ക് ബാക്ക് ഔട്ട് ചെയ്യാം. ഇനി നീ അവനെ വിളിക്കാൻ നിൽക്കരുത്. ശരി. ഈ അന്റെ യൂട്യൂബൊക്കെ നല്ലപോലെ മുന്നോട്ട് പോ. അല്ലാതെ വെറുതെ ഇതിലേക്കൊരു ആൾക്കാരെ അറിയിച്ചത് ഒരു പ്രശ്നമാക്കണ്ട. ഞാന് ഞാൻ എന്തെങ്കിലും എന്തൊക്കെ ആയിട്ടൊന്നും വിചാരിച്ചെന്നറിയോ? ഞാൻ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ എന്ത് ഇതിന്റെ മുന്നേ ചെയ്യും? അതൊക്കെ വിടാം. നമുക്ക് കുഴപ്പമില്ല. എന്തായാലും ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അവൻ എന്തായാലും ഇപ്പോഴെങ്കിലും അത് പറയാൻ തോന്നിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലത് വന്നല്ലോ. അങ്ങനത്തെ ഒരാളെ ടോക്സിക് ആയിട്ട് നമ്മള് ലൈഫിലേക്ക് കൊണ്ടുപോകണേക്കാട്ടും നല്ലതല്ലേ? നീ ഇങ്ങോട്ട് നോക്ക്. സങ്കടപ്പെടാതിരി. വീട്ടുകാർക്ക് അറിയോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്ക് എന്നാ നീ പറയാനുള്ള നാളെ ധൈര്യം. തന്നെ പിന്നെ അവർക്ക് നാളെ തന്നെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നാളെ തന്നെ ഈ കോളേജിൽ വാ. അതും ആദ്യത്തെ പോലെ തന്നെ വാ. അല്ലാതെ വെറുതെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് സങ്കടാണ്, ഓക്ക് എന്തോ കുഴപ്പമുണ്ടെന്നൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഈ സാധാ നീ പോലെ വന്ന് എന്നെ പിക്ക് ചെയ്തു. അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ ഈ ഇത് ചെയ്യ്. ഇനി അവന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യ്. എല്ലാ കാര്യവും ഒഴിവാക്ക്. നമുക്ക് എന്തെങ്കിലും ബെറ്റർ ആയ ഒരു പേഴ്സൺ വരും നമ്മുടെ ലൈഫിൽ. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇത് വന്നത്. പോസിറ്റീവായിട്ട് വിചാരിക്കും. അറിയാതിരിക്കേ. ഉം. ഓക്കെ. ഞാൻ ഈ രാത്രി വിളിച്ചു നോക്കൂട്ടോ. ഇതേ മൂഡിലാവരുത്. ശരി. ഓക്കെ. ഓക്കെ ഡൺ. ശരി ടാറ്റ. ഓക്കെ. ഹലോ, ഇന്ന് നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ശ്രുതി ഭാസ്കരൻ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു വ്ളോഗിങ് പാർട്ട്നേഴ്സുമാണ്. പക്ഷേ അവളെ ലൈഫ് പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. നിങ്ങൾക്കറിയണം. എന്താ വെച്ചാൽ ഷീ ഈസ് ഗോയിങ് ത്രൂ എ ബ്രേക്കപ്പ്. ആരാണ് അല്ലെങ്കിൽ എന്തു പറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനുവേണ്ടി ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ വിൽ ബി പ്രൊവൈഡിങ് യു എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ്സ്. ഓക്കെ. ആൻഡ് ദ മെയിൻ തിങ് ഇസ് Shruti Bhaskaran is going through a tough time and I am going to open up. And I will be putting part 1, part 2, part 3 videos based on her life. ആ ഒരാളെ ആരാണ് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ stay tuned for further contents and do subscribe, like, comment and do comment the name of the person that she was dating. I'm going to provide giveaway for them. Okay? Okay then, bye.